നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത്, നിങ്ങൾക്ക് ഭാരമായി തോന്നുന്നത്, നിങ്ങൾക്ക് വെറുപ്പായി തോന്നുന്നത്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നത്, ഇതൊക്കെ പടച്ചത് ചൊവ്വാഴ്ചയാണ്. അല്ല പ്രകാശത്തെ പടച്ചരം എന്നറിയോ? അത് യൗമൽ അർബിആ, അത് ബുധനാഴ്ച ദിവസമാണ് അല്ലാഹു തആല പ്രകാശത്തെ പടച്ചത്. എന്നിട്ട് വീണ്ടും റസൂലുള്ളാഹി പറയുകയാണ്, ഈ ഭൂമിയിൽ അല്ലാഹു മൃഗങ്ങളെ, പറവകളെ, ഇഴജന്തുക്കളെ എല്ലാം പടച്ചതെന്നറിയോ? യൗമുൽ ഖമീസ്, അത് വ്യാഴാഴ്ച ദിവസമാ. എന്നാ വഖലഖ ആദമ, അല്ലാഹു ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചതെന്നറിയോ? അത് യൗമുൽ ജുമുഅ, അത് വെള്ളിയാഴ്ച ദിവസമാണ്. ബഅദൽ അസ്രി, അസ്ർ കഴിഞ്ഞിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ഏതാണ്? സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ ലീഡർ എന്ന് പറയുന്നത് ജുമുഅ ദിവസമാണ്. ആ ജുമുഅ ദിവസത്തിന്റെ അസ്ർ കഴിഞ്ഞ് മഗ്രിബിന്റെ മുമ്പാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചത്. ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചത് ഏറ്റവും നല്ല സമയം. ഒന്ന് കേൾക്കണേ, ഇനി 1 മണിക്കൂറേ നമുക്ക് ആകെ എല്ലാം കൂടെ ഉള്ളൂ. ശ്രദ്ധിച്ച് കേട്ടോളി. അല്ലാഹു ആദം നബിയെ പടച്ചത് ജുമുഅ ദിവസത്തിലാണ്. അപ്പൊ മനുഷ്യനെ അല്ലാഹു ആദരിച്ചതിന്റെ 2ാം ഘട്ടമാണ് പറഞ്ഞത് അവനെ സൃഷ്ടിക്കാൻ തിരഞ്ഞെടുത്ത സമയം. അതെപ്പോഴാ? വെള്ളിയാഴ്ച. അപ്പൊ നമ്മൾ എന്ത് വേണം? പറയും, നമ്മൾ എന്ത് വേണം? നമ്മുടെ സമയങ്ങളിൽ നല്ല സമയം ആർക്ക് കൊടുക്കണം? അല്ലാഹു കൊടുക്കണം. അതാണ് അതിന് പരിഹാരം. അതാണതിന് പരിഹാരം. നമ്മുടെ സമയങ്ങളിൽ ഏറ്റവും നല്ല സമയം അല്ലാഹു കൊടുക്കണ്ടേ? എന്റെ യുവാക്കളോട് ഞാൻ പറയുകയാ, ഞാനും ഒരു യുവാവാണ്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് യുവത്വം എന്ന് പറയുന്നത്. ശൈശവം എന്ന് പറയുന്നത് പ്രസവം മുതൽ 2 വയസ്സ് വരെയാണ്. പിന്നീട് അത് ബാല്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കൗമാരത്തിലേക്ക് വരുന്നു. അത് കഴിഞ്ഞ് യുവത്വത്തിലേക്ക് വരുന്നു, യൗവനത്തിലേക്ക് വരുന്നു. പിന്നെ അത് വാർദ്ധക്യത്തിലേക്ക് എത്തുകയാണ്. സഹോദരങ്ങളെ, ആ യുവത്വം എന്ന് പറയുന്നത് ഏറ്റവും തിളപ്പുള്ള സമയമല്ലേ ചെറുപ്പക്കാരാ? ഞാനും ഒരു യുവാവാണ്. എന്റെ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു നല്ല സമയം എനിക്ക് തന്നിട്ടുണ്ട് മോനെ. ഇന്നത്തെ സമയത്തിന്റെ വില അറിയണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ദാടിയും തലമുടിയും നരച്ച പിതാക്കന്മാരോട് ചോദിച്ചു നോക്കണം. അവർക്ക് പഴയതുപോലെ നടക്കാൻ പറ്റൂല, അവർക്ക് പഴയതുപോലെ കണ്ണെത്തൂല, അവർക്ക് പഴയതുപോലെ കാതെത്തൂല, അവർക്ക് പഴയതുപോലെ ഒന്നിനും കഴിയില്ല. ഇതൊക്കെ അവരുടെ ശരീരത്തിന്റെ ആ ഒരു മനസ്സിന്റെ ആഗ്രഹപ്രകാരം വണങ്ങുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതെല്ലാം പോയി. ഇന്നവർക്ക് സകല ന്യൂനതകളും അവർക്ക് അല്ലാഹു കൊടുത്തു. കൈകാലുകൾ ചലിപ്പിക്കാൻ അവർക്ക് പ്രയാസമുണ്ട്. സഹോദരങ്ങളെ, അതിനു മുമ്പ് നല്ല സമയം അല്ലാഹു നമുക്ക് തന്നു കൊടുക്കണം പടച്ചവന്. എന്റെ പ്രിയപ്പെട്ട പിതാക്കന്മാര്, വാർദ്ധക്യമുള്ള ആളുകൾ, നിങ്ങളോട് അല്ലാഹു വലിയ സ്നേഹമാണ്. പ്രായമുള്ള ആളുകളടുത്ത് അല്ലാഹു വലിയ സ്നേഹമാണ്. ഒരിക്കൽ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനത്തുൻ നബവിയുടെ വാതിലിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോ പള്ളിയുടെ മുറ്റത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്ന് കരയുന്നു. ഉമർ റളിയല്ലാഹു അൻഹു സഹിച്ചില്ല. നബി എന്തു പറ്റി? ആരാ എന്താ പറഞ്ഞേ? പറയൂ നബിയേ. ഉമർ തങ്ങൾ ചോദിക്കുന്ന എന്തിനായിരിക്കും അറിയാലോ. പിന്നെ അവന്റെ കാര്യം പറയേണ്ട കാര്യമില്ല. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ പ്രശ്നം നബിയേ? ഉമറേ, ജിബ്രീൽ വന്നു പോയി. ഉമർ റളിയല്ലാഹു അൻഹു തളർന്നു, വിയർത്തു. ജിബ്രീൽ വന്നു പോയെന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ കരയുന്നു എന്ന് കണ്ടാൽ ഉമർ തങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല. കാരണം എന്തോ ഉമ്മത്തിന്റെ ഭീകരമായ അവസ്ഥയെ പറ്റി അള്ളാന്റെ ഹബീബിന് ബോധനം നൽകപ്പെട്ട സമയമാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു തളർന്നുപോയി. എന്താ ഇപ്പൊ ജിബ്രീൽ വന്ന് പറഞ്ഞത് നബിയെ? അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇന്നല്ലാഹ യസ്തഹി മിൻ അബ്ദിൻ യശുബ്ബു ഫിൽ ഇസ്ലാമി അൻ യുഅദ്ദിബഹു. ഇതാണ് പറഞ്ഞത്. അത്രേ ഉള്ളൂ. തലമുടിയും ദാടിയും നരച്ച പ്രായമുള്ള ആളുകളെ ശിക്ഷിക്കാൻ അള്ളാഹ്ക്ക് ലജ്ജയുണ്ടെന്ന്. അള്ളാഹുവിന് ഭയങ്കര നാണക്കേടാ, ലജ്ജയാണ് പ്രായമുള്ള മനുഷ്യന്മാരെ ശിക്ഷിക്കാൻ.
അതിന് കരയുന്ന എന്തിനാ നബിയെ? അള്ളാന്റെ റസൂല് പറയാണ്, പക്ഷേ ഈ വയസ്സായ ആളുകൾക്ക് തെറ്റ് ചെയ്യാൻ അവർക്കൊരു മടിയും ഇല്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഞാൻ കരഞ്ഞു പോയതാ. അവരെ ശിക്ഷിക്കാൻ അള്ളാഹുവിന് നാണക്കേടാ. ആ ഒരു നാണക്കേട് 90 വയസ്സുകാരനല്ലേ 19 വയസ്സുകാരിയെ 9 വയസ്സുകാരിയെ പീഡിപ്പിച്ചത്. 90 വയസ്സുകാരെ ഇന്നിപ്പോ പ്രായം ഉണ്ടോ ഇല്ലേന്ന് ആധാർ വാങ്ങി നോക്കണം. ക്ലിയർ ആണെങ്കിൽ തിരിച്ചറിയൽ കാർഡ് വാങ്ങി നോക്കണം. എല്ലാം കറുപ്പിച്ച് നടക്കുകയല്ലേ. എന്നിട്ട് അതിലെല്ലാം ന്യായങ്ങളും നിരത്താറുണ്ട്. ഇന്ന് ആർക്കാണ് പ്രായമെന്നറിയില്ല, ആർക്കാണ് പ്രായമുള്ളത്, ആരാണ് പ്രായം കുറഞ്ഞത് അറിയില്ല. കാരണം അവരുടെ രോമങ്ങളൊന്നും നരയ്ക്കുന്നില്ല. നരയ്ക്കാത്തതല്ല, അവര് നരവെളിയിലേക്ക് വരാൻ അനുവദിക്കൂല. അതാണ് അതിന്റെ രഹസ്യം. നമ്മുടെ സമയങ്ങൾ അള്ളാഹുവിന് കൊടുക്കണം, നല്ല സമയങ്ങൾ. ഇതേതാ 2022. ഇനി പലപ്പോഴും നമ്മൾ തമാശക്കൊക്കെ പറയാറുണ്ട്. ഇന്നിപ്പോ ഇങ്ങോട്ട് വന്നപ്പോഴും ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത വർഷം, അതൊക്കെ പണ്ടത്തെ പഴകി പൊളിച്ച കുറെ തമാശകളാ. എന്നോട് പറഞ്ഞു ഇനി അടുത്ത വർഷത്തിൽ നമ്മൾ കാണാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അത് മതി, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ഫോൺ വെച്ച്. കാരണം ഇതൊന്നും വലിയൊരു തമാശയായിട്ട് നമുക്ക് തോന്നൂല. അടുത്ത വർഷം എന്ന് പറയുന്നത് 12/1 അടുത്ത വർഷമായി. ഇനിയിപ്പോ ഞാൻ വീട്ടിൽ വന്നിട്ട് എനിക്കെന്നാ എന്റെ ഭാര്യ എടുത്ത് പറഞ്ഞൂടെ, ഞാൻ പോവാണ് ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് തരുമെങ്കിൽ ഞാൻ ഈ വർഷം വരില്ല, ഞാൻ അടുത്ത വർഷം വരുള്ളൂ എന്ന് പറഞ്ഞാൽ മന്ദബുദ്ധികളായ പെണ്ണുങ്ങളാണെങ്കിൽ കരയാൻ തുടങ്ങും. അല്ലേ? ബുദ്ധിയുള്ളതാ നമ്മളെ പോലെ ഈ പറയുന്ന രീതിയിൽ വക്ര ബുദ്ധിയൊക്കെ ഉള്ളതാണെങ്കിൽ മനസ്സിലാവും അവർക്ക്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അടുത്ത വർഷം എന്ന് നമ്മൾ പറയുമ്പോഴും സഹോദരങ്ങളെ, ഒരു വർഷം നമ്മളോട് യാത്ര പറയുമ്പോൾ ഒരിക്കലും നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതുപോലെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞതുപോലെ, ഹദീസുകൾ വളരെ വ്യക്തമാക്കി തന്നതുപോലെ, നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു സെക്കൻഡ് വിട പറയുമ്പോൾ 2 വയസ്സുകാരന് 3ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോ, പൊന്നുമോനെ 3ാമത്തെ വയസ്സിലേക്ക് കിടക്കുമ്പോ നീ പറയുന്നത് എന്താണ്? എന്റെ പൊന്നുമോൻ ഒരു വയസ്സ് കൂടി. അല്ലല്ല, നിന്റെ പൊന്നുമോൻ ഒരു വയസ്സ് കൂടെ കുറഞ്ഞിരിക്കുകയാണ്. ഒരു വയസ്സ് കൂടി കുറഞ്ഞിരിക്കുകയാണ്. 41 വയസ്സുകാരൻ 42ാമത്തെ വയസ്സിലേക്ക് എടുത്ത് കാല് വെക്കുമ്പോ അയാള് പറയുന്നു, എന്റെ ജീവിതത്തിൽ ഒരു വർഷം കൂടി കടന്നുപോയി, എനിക്കൊരു വയസ്സ് കൂടി. ഇല്ല പൊന്നുമോനെ, ഇല്ല ചെറുപ്പക്കാരാ, നിനക്കൊരു വയസ്സ് കൂടി കുറഞ്ഞിരിക്കുകയാ. 50ലാണ് നിനക്ക് മരിക്കാൻ നിന്റെ ഉമ്മയുടെ ഉദരത്തിൽ വെച്ച് അല്ലാഹു തീരുമാനിച്ചതെങ്കിൽ ഇനി നിനക്ക് 10 കൊല്ലേ ഉള്ളൂ. 41ാമത്തെ ബർത്ത്ഡേയിൽ നീ പറയുന്നു ആയുസ് ഒരു വർഷം കൂടിയില്ല, നിനക്ക് ഒന്നുകൂടെ കുറഞ്ഞു, ഇനി 9 ഉള്ളൂ. കൂടുമ്പോഴും കുറഞ്ഞാ പോകുന്നത്. സഹോദരങ്ങളെ, ഞാനൊരു കാര്യം ഇതിനോട് ചേർത്ത് പറയട്ടെ. അള്ളാഹു ഇപ്പൊ തന്ന സമയത്തിന്റെ വില നമുക്കറിയില്ല. നമ്മൾ അറിഞ്ഞവരാണ്, നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞവരാണ്. ജുമയ്ക്ക് പള്ളിയിൽ വിളിക്കുമ്പോ പോകാൻ മടിയുള്ള ആളുകളെ, പരിശുദ്ധമായ ജുമാ ദിവസം അൽ ജുമഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ, പാവങ്ങളുടെ ഹജ്ജാണ് ജുമാ എന്ന് വിളിച്ചു പറഞ്ഞപ്പോ, വഈദുൽ മുഅ്മിനീൻ അത് പെരുന്നാളാണെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ, കടത്തിണ്ണകളിലും കടയുടെ മുകളിലും കടയുടെ അകത്തളങ്ങളിലും വീടിന്റെ ഉള്ളറകളിലും ഇരുന്നവരെ ജുമയ്ക്ക് അവർക്ക് പോകാൻ മനസ്സില്ലായിരുന്നു. പക്ഷേ അള്ളാന്റെ പള്ളികൾ പൂട്ടപ്പെട്ടപ്പോൾ അതുവരെയും ഒരു ജുമ പോലും മുടക്കാത്ത ഉപ്പമാര് പള്ളിയുടെ മുന്നിലെ ബോർഡ് കണ്ടിട്ട് ജുമയില്ല എന്ന് എഴുതി വെച്ചത് കണ്ടപ്പോ, അല്ലാഹുവേ, എന്റെ ജീവിതത്തില് 85-90 വയസ്സായ എനിക്ക് ഈ 90 വയസ്സിനിടയിൽ, ഈ 85 വയസ്സിനിടയിൽ, ഈ 75 വയസ്സിനിടയിൽ അല്ലാഹുവേ, ഞാൻ ആദ്യമായിട്ട് കാണുകയാ. എന്റെ പിതാക്കന്മാര് പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല, എന്റെ ഉപ്പാപ്പമാര് പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല, ജുമയില്ലെന്നോ. എന്തൊരവസ്ഥയാണ് റബ്ബേ. ഈ ബോർഡ് കണ്ടിട്ട് തളർന്നു പോയ എത്ര പിതാക്കന്മാരുണ്ടെന്നറിയോ, എത്ര ഉപ്പമാരുണ്ടെന്നറിയോ. പരിശുദ്ധമായ ഹറം പൂട്ടപ്പെട്ടതറിഞ്ഞപ്പോൾ, പരിശുദ്ധ റൗള അടച്ചതറിഞ്ഞപ്പോൾ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളികളെല്ലാം താഴിട്ട് പൂട്ടിയപ്പോൾ, ജുമാ നിസ്കരിക്കാൻ ഇപ്പോഴും ഓർത്തു പോവുകയാണ്. നിസ്കരിക്കാനുള്ള ആവേശത്തോടെ, ആഗ്രഹത്തോടെ ഒരു പള്ളിയിൽ ജുമയ്ക്ക് ചെന്നപ്പോൾ 2 പേരെ പുറത്ത് നിർത്തിയിരിക്കുകയാണ്. എന്തിനെന്നറിയോ? പോലീസ് വരുന്നുണ്ടോ എന്ന് നോക്കണം. പെട്ടെന്ന് 2 റക്അത്ത് ജുമാ നിസ്കരിച്ച് പിരിയുകയാ. എത്ര മണിക്കൂർ നമ്മുടെ മുമ്പിൽ നസീഹത്ത് നടത്തി, എത്ര മണിക്കൂർ
നമ്മൾ ജുമയ്ക്ക് പള്ളിയിൽ പോയിരുന്നു. അവിടെ ഇരുന്ന് കഹ്ഫോദി, അവിടെ ഇരുന്ന് ദുആ ചെയ്തു, അവിടെ ഇരുന്ന് സ്വലാത്ത് ചൊല്ലി, അവിടെ ഇരുന്ന് ദിക്റുകൾ ചൊല്ലി. ഇതെല്ലാം നമ്മൾ ചെയ്തപ്പോ നമുക്കറിയില്ലായിരുന്നു. അതല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാതിരുന്നപ്പോ നമുക്കറിയില്ല. ഇതെല്ലാം അടയ്ക്കപ്പെടുന്ന, പൂട്ടപ്പെടുന്ന, താഴിട്ട് പൂട്ടപ്പെടുന്ന ഒരു ദിവസം വരുമെന്ന് അന്ന് നമ്മൾ ആഗ്രഹിച്ചു ഒന്ന് ജുമാ നിസ്കരിക്കാൻ. അവസാനം വീട്ടിന്റെ അകത്ത് നമ്മൾ ഒഴുകി കൂടി നമ്മൾ വീട്ടിലെ ഭാര്യയും മക്കളുമായിട്ട് ജുമാ നിസ്കരിച്ചു. ആ ഒരു ഗതികേടുണ്ടായപ്പോൾ സഹോദരങ്ങളെ, ഇപ്പോഴല്ലാഹു നമുക്ക് തന്ന സമയത്തിന്റെ വില ആ സമയത്ത് നമ്മൾ തിരിച്ചറിഞ്ഞവരാ. അതുകൊണ്ട് ഇനിയുള്ള സമയങ്ങളിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് 1000 വട്ടം എന്നോട്, അതിലൊരു വട്ടം ഇതിന്റെ സംഘാടകരോട്, പിന്നീട് എന്റെ അനുവാചകരോട് പറയാനുള്ളത്, സമയം നഷ്ടപ്പെടുത്തരുത്. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് ഏറ്റവും നല്ല സമയത്താണ്, ഏറ്റവും നല്ല സമയത്താണ്. ശനിയാഴ്ച ഭൂമിയെ സൃഷ്ടിച്ചു, ഞായറാഴ്ച പർവ്വതങ്ങളെ സൃഷ്ടിച്ചു, അതുപോലെ തിങ്കളാഴ്ച അല്ലാഹു തആല വൃക്ഷങ്ങളെ സൃഷ്ടിച്ചു, ചൊവ്വാഴ്ച മുഴുവൻ വൃത്തികേടുകളെയും പടച്ചു, ബുധനാഴ്ച പ്രകാശത്തെ പടച്ചു, വ്യാഴാഴ്ച മൃഗങ്ങളെ പടച്ചു, വെള്ളിയാഴ്ച അല്ലാഹു മനുഷ്യനെ പടച്ചു. ഏറ്റവും നല്ല സമയമാണ് നമ്മളെ സൃഷ്ടിക്കാൻ വേണ്ടി അല്ലാഹു തആല തിരഞ്ഞെടുത്തത്. അതിന് റബ്ബിന് കൊടുക്കാൻ പറ്റുന്ന എന്താ? നല്ല സമയങ്ങൾ അവനങ്ങ് കൊടുക്കുക, നല്ല സമയം അവന് കൊടുക്കുക. അതാ നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം. ഈ ദിവസം ഏതാ? ഇന്ന് അല്ലാഹ് പ്രത്യേകം നോക്കും. നിങ്ങൾ ചിന്തിക്കും, നേരത്തെ നിങ്ങളല്ലേ പറഞ്ഞത് മുഹറമാണ് 1, മുഹറമാണ് 1, അപ്പൊ പിന്നെ 31 അല്ലാഹ്ക്ക് നോക്കേണ്ട വല്ല കാര്യമുണ്ടോ? ശരിയാണ്, സമ്മതിക്കുന്നു. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇന്ന് ഇപ്പൊ മണി എത്രയായി? 10:41 ഈ 10:41 നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കുന്ന ഒരു 500ന്റെ നോട്ട്, 2000ന്റെ നോട്ടെടുത്ത് ദാ ഇവിടെ ഇരിക്കുന്ന ബക്കറ്റിലിട്ടാൽ കൂലി കിട്ടുമോ ഇല്ലേ? നിങ്ങൾ പറ. സംശയം? കൂലി കിട്ടൂലേ? കൂലിയില്ലേ? കൂലിയുണ്ട്. 12 മണിയായി വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ വെറുതെ ഒന്ന് ഓൺലൈനിൽ വന്നപ്പോഴാണ് നരേന്ദ്രമോദി, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. രാത്രിയാണല്ലോ മൂപ്പര് പ്രത്യക്ഷപ്പെട്ടു. ഇങ്ങനെ നോക്കിക്കൊണ്ടിടാ 500ന്റെ നോട്ട് നിരോധിച്ചു. അല്ലാഹു അക്ബർ. സുബഹിക്ക് പള്ളിയിൽ വന്നു, എല്ലാവരും ചർച്ചയായി. നോട്ട് നിരോധിച്ചിരിക്കുക, ഇനിയിപ്പോ എന്താ ചെയ്യാ? നോക്കുമ്പോൾ ഒരു 500ന്റെ നോട്ട് കിടക്കും. പള്ളിക്കുറ്റിയിലെടുത്തിട്ട കൂലി കിട്ടോ ഇല്ലേ? നിങ്ങൾ പറ, ഇപ്പൊ പറ, കിട്ടോ ഇല്ലേ? അല്ലാഹ് നിരോധിച്ച, അല്ലാഹ് നിരോധിച്ച. ആരാ നിരോധിച്ചത്? ശ്രീമാൻ നരേന്ദ്രമോദി. ശ്രീമാൻ നരേന്ദ്രമോദി നിരോധിച്ച നോട്ടിന് അല്ലാഹ് കൂലി തരാത്തെന്താ? ഇന്നലെ രാത്രി 12 മണിക്ക് മുമ്പ് എനിക്ക് അല്ലാഹ് 2000 രൂപ ഇട്ടപ്പോ കൂലി എന്നതല്ലേ? അപ്പൊ അള്ളാന്റെ മറുപടി എന്തായിരിക്കും എന്നറിയോ? നിങ്ങളുടെ ഇടയിൽ മൂല്യം ഉണ്ടോ അതിന്? എങ്കിൽ ഞാനത് സ്വീകരിച്ചോളാം. നിങ്ങളുടെ ഇടയിൽ മൂല്യം ഇല്ല, നിങ്ങളായിട്ട് അതിന്റെ മൂല്യം കളഞ്ഞു. അങ്ങനെ തന്നെയാ. അപ്പൊ നിങ്ങളായിട്ടൊരു കാര്യം തീരുമാനിക്കുകയാണ്, ഇന്ന് ന്യൂ ഇയർ ആണെന്ന്. അപ്പൊ ഞാൻ നോക്കും നിങ്ങൾ എങ്ങനെ ചെയ്യുന്നത്. എന്നാ എന്റെ കണക്കിനത് മുഹറമാണ്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാ. ഞാനേ ഒരു ദിവസം ഞാൻ കാണാത്തതൊന്നും അൽഹംദുലില്ലാഹ് ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം എന്റെ പ്രസംഗങ്ങൾ എന്റെ ഉസ്താദുമാരൊക്കെ വാച്ച് ചെയ്യാറുണ്ട്. എനിക്ക് എല്ലാ പണ്ഡിതന്മാരോടും വലിയ താല്പര്യം എന്താണെന്നറിയോ? ഞാൻ എന്റെ പ്രസംഗത്തിൽ ഞാൻ ഇപ്പോഴും അൽഹംദുലില്ലാഹ് അപൂർണനാണ് എന്ന്, അത്യപൂർണനാണെന്ന് ഞാൻ എന്നെ പറ്റി പറയൂ. എനിക്ക് പ്രസംഗം കഴിഞ്ഞു പോകുമ്പോ എന്നെ സ്നേഹിക്കുന്ന ഉസ്താദുമാരെ നാട്ടിലുണ്ടെങ്കിൽ അവർ വിളിച്ചിട്ട് പറയും, ഇന്നത് സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയും. അതുകൊണ്ട് കൃത്യമായി ഞാൻ എഴുതി, പഠിച്ച്, ചിന്തിച്ച്, വിലയിരുത്തി, മനസ്സിലാക്കി, കണ്ണിൽ കണ്ടത്, കാതിൽ കേട്ടത് പറയാതെ വളരെ കൃത്യമായി രേഖയുള്ളത് മാത്രമേ ഞാൻ പറയൂ. അങ്ങനെ ചരിത്രത്തിൽ നിന്ന് ഞാൻ ഒന്ന് എടുത്തു വായിച്ചതാണ് ഈ കൊല്ലത്ത് അള്ളാഹുവിന്റെ അടുക്കൽ ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാ എന്ന് പറഞ്ഞാൽ അത് മുഹറം, സഫർ, റബീഉൽ അവൽ, റബീഉൽ ആഖിർ, ജമാദുൽ ഊല, ജമാദുൽ ആഖിർ, റജബ്, ശഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ. ഇതാണ് അല്ലാഹ് പറഞ്ഞ 12 മാസം, ഖുർആൻ പറഞ്ഞ 12 മാസം. ഇതിൽ ചില മാസങ്ങളുടെ പേര് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ചിലത് ഹദീസിൽ വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കണേ. പിന്നെ ഉള്ള മാസം ഏതാ? ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇത് ആര് വെച്ചതാ? റോമൻ രാജാക്കന്മാരുടെ പേരായത്. ഇത് റോമിലെ രാജാക്കന്മാരുടെ പേരാ. ഏപ്രിൽ രാജാവിന്റെ പേരാണ് ഏപ്രിൽ. അയാളുടെ പേരാണ് ഏപ്രിൽ. ഓഗസ്റ്റിൻ എന്ന് പറയുന്ന ആള്, അതാണ് ഓഗസ്റ്റ്.
ഇങ്ങനെ ഓരോ ഇംഗ്ലീഷ് മാസങ്ങളും റോമിലെ രാജാക്കന്മാരുടെ പേരുകളാണ്. ഇനി ഞാൻ ഒന്ന് പറയട്ടെ, ഞാനിതൊരു സദസ്സിൽ പറഞ്ഞപ്പോ എന്നെ പരിശോധിക്കാൻ വേണ്ടി, എന്നെ ഇങ്ങനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ചില ആളുകളൊക്കെ അവരുടെ സോഷ്യൽ മീഡിയകളിൽ ഉപയോഗിച്ചു. ആയിക്കോട്ടെ എന്ന് ഞാനും ചിന്തിച്ചു. അതിന്റെ അടിയിൽ വന്ന കുറെ ആളുകൾ ഇതാണ് സത്യം എന്ന് പറഞ്ഞപ്പോ അവർക്ക് ദഹിച്ചു. എന്താണെന്നറിയോ, നമ്മള് ഇയർ എന്ന് പറഞ്ഞ മലയാള വാക്ക് എന്താ? ഇയർ, വർഷം അല്ലേ? വർഷത്തിന് വേറൊരു പേരുണ്ടല്ല. 2 വർഷം 3 വർഷം പറയും പോലെ എന്താ പറയുന്നത്? രണ്ട് കൊല്ലം. എനിക്ക് തിരിയുന്നില്ല. 1 വർഷം എന്ന് പറയും പോലെ നമ്മൾ പറയുന്ന എന്താ? ഒരു കൊല്ലം. ഈ കൊല്ലം ഏത് കൊല്ലം? ഈ കൊല്ലം ഏത് കൊല്ലം? 2022 അല്ല, നിങ്ങൾ ഇരിക്കുന്ന കൊല്ലം ജില്ല. അതാണ്. സംശയം ഉണ്ടെങ്കിൽ പറയും, ഞാൻ രേഖ കാണിച്ചു തരാം. നിങ്ങൾ ഇല്ലെന്നുള്ള രേഖ കാണിച്ചു തന്നാൽ മതി. കൊല്ലത്ത് വെച്ചാണ് മലയാള മാസത്തിന് ചിങ്ങം, കന്നി, വൃശ്ചികം, അതെനിക്കറിയില്ല സത്യത്തില്. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, കർക്കിടകം, എന്തൊക്കെയുണ്ട്. ആ 12 മാസങ്ങൾക്ക് കൊല്ലത്തു വെച്ചാണ് ജന്മം നൽകിയത് എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. വ്യക്തമായ ചരിത്രം. ഗൂഗിളിന്റെ കാലമാണല്ലോ. ഒന്ന് നിങ്ങൾ ചെന്നിട്ട് ഗൂഗിളിൽ പരിശോധിക്കണം. കൊല്ലവർഷത്തിന്റെ ആരംഭമെന്നോ അല്ലെങ്കിൽ കൊല്ലവർഷം തുടക്കം കുറിച്ചത് എവിടെ വെച്ചെന്നൊക്കെ ഒന്ന് അടിച്ചു നോക്ക്. അപ്പോഴും നിങ്ങൾക്ക് കിട്ടും. വളരെ വ്യക്തമായി പറയുകയാണ് സഹോദരങ്ങളെ. 12 മാസക്കാലം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. ഈ തമിഴ്നാട്ടിൽ ചെന്നിട്ട് കന്നി എന്ന് പറഞ്ഞാൽ അവർക്ക് അറിഞ്ഞൂടാ. ഇത് മലയാളത്തിൽ, കേരളത്തിൽ മാത്രമുള്ള മാസങ്ങളായി മാസം. മകരം എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നാൽ അവർക്കറിയില്ല. അത് കേരളത്തിൽ മാത്രമുള്ള പ്രത്യേകതയാണ്. പിന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്നതും റോമൻ എന്ന് പറയുന്നതും അതിന്റെ ലിപികളും അതിന്റെ ചരിത്രങ്ങളും ലോകം പരന്നു കിടക്കുന്നത് കൊണ്ട് ഇംഗ്ലീഷ് മാസം എവിടെ പോയാലും അറിയാം. പക്ഷേ ലോകത്തെവിടെ പോയാലും വിശ്വാസികളോട് ചോദിക്കും ഇത് ഏത് മാസമാണ്? ഇത് ജമാദുൽ ആഖിറാണ്. നോമ്പെപ്പോഴാ മോനെ? റമദാനിലാണ്. ആരും പറയൂല ഓഗസ്റ്റ് 31 ആരും പറയൂല മാർച്ച് മാസം 7-ാം തീയതിയാണ് എന്ന്. എല്ലാവരും പറയും റമദാൻ 1 എന്ന പരിശുദ്ധമായ ഹജ്ജ്, അത് ദുൽഹിജ്ജ 10. ഇതൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ എല്ലാ മേഖലകളിലും അംഗീകരിക്കപ്പെടുന്ന ഒരു മാസമാണ് അറബി മാസം. നല്ല സമയത്ത് അല്ലാഹു നമ്മളെ പടച്ചു, നല്ല സമയത്ത്. അതുകൊണ്ട് ഞാൻ പറയാ, ഡിസംബർ 31 അല്ലാഹു നോക്കും. അവരുടെ ഇടയിൽ ഇതൊരു പുതുവർഷമായി അവർ ആചരിക്കുമ്പോൾ ഇന്നത്തെ രാത്രി എന്ത് ചെയ്യുമെന്ന് നോക്കും എന്റെ ചെറുപ്പക്കാരാ. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിനെ അറിയോ? ആരാണ് ഫുളൈൽ ഇബ്നു ഇയാദ് എന്നറിയോ? മുട്ടക്കാവിൽ നന്നാകണമെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നന്നായിക്കോ. ഫുളൈൽ ഇബ്നു ഇയാദ് ആരെന്നറിയോ? ഒരു നല്ല കള്ളനുണ്ടായിരുന്നു. ഒത്ത കള്ളനാണ്. ആളുകൾ എല്ലാവരും എവിടെ മോഷണം പോയാൽ പറയും അത് ഇന്ന കള്ളനാണ് മോഷ്ടിച്ചതെന്ന് പറയൂ. അങ്ങനെ ആ കാലഘട്ടത്തിലെ ഒരു പെരുങ്കള്ളൻ ഉണ്ടായിരുന്നു. ആ കള്ളന് വേറെ ഒരു ദുസ്വഭാവം കൂടി ഉണ്ടായിരുന്നു. സ്ത്രീകളെന്ന് പറഞ്ഞാൽ വീക്ക്നെസ് ആണത്രേ. അങ്ങനെ ഒരു സ്ത്രീയുമായിട്ട് ഒരു മതില് ചാടി കയറാൻ ഒരുങ്ങുമ്പോൾ, മറ്റൊരഭിപ്രായത്തിൽ മോഷ്ടിച്ച സാധനങ്ങളുമായി ഒരു മതിലിലേക്ക് കയറുമ്പോൾ തൊട്ടടുത്ത വീട്ടിലിരുന്ന് ഒരാൾ ഖുർആൻ ഓതുകയാ. അലം യഅനിൽ ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അലം യഅനിൽ ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഇനിയും വിശ്വാസികൾക്ക് സമയമായില്ലേ അല്ലാഹനെ ഭയപ്പെടാ. ഈ ആയത്ത് കേട്ട് പോലും നെഞ്ചകത്ത് വല്ലാത്ത പെടപെടപ്പാ, ഹൃദയത്തിന്റെ ഉള്ളിൽ വല്ലാത്ത വിറയലാ. ആ സഹോദരൻ എന്ത് ചെയ്തെന്നറിയോ? മോഷ്ടിച്ച സാധനങ്ങൾ മുഴുവനും വലിച്ചെറിഞ്ഞു. അതല്ലെങ്കിൽ ആ പെണ്ണിനെ ഒഴിവാക്കി അവിടെ നിന്ന് നാട് വിട്ടു പശ്ചാത്തപിച്ചു. 10 വർഷക്കാലം പിന്നെ നാട്ടുകാരെ കണ്ടിട്ടില്ല. 10 വർഷക്കാലം, ഒരു ദശാബ്ദക്കാലം പിന്നെ ആരും കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ
അല്ല അല്ലോ നെഞ്ചറ്റം വരെ ദാടി രോമങ്ങളാ നിസ്കാരത്തടമ്പ് നെറ്റിത്തടത്തില കൽബിൽ ഈമാനാ ചുണ്ടിൽ തസ്ബീഹ ആ മനുഷ്യനാരെന്നറിയോ ഇന്നലകളിൽ ഞാൻ മോശമായി പോയി ഉസ്താദേ കള്ള് കുടിച്ചു പെണ്ണു പിടിച്ചു പലിശ വാങ്ങി കഞ്ചാവ് അടിച്ചു പോയി ഇല്ല ചെറുപ്പക്കാരാ ഒരു നിമിഷം നിനക്ക് മാറാൻ നീയത്തുണ്ടോ ഒരു നിമിഷം നിനക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ടോ ഒരു നിമിഷം നിനക്ക് ചിന്തിച്ചാൽ നിന്റെ റബ്ബിലേക്ക് വഴിതിരിച്ച് നടക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്നാ നിനക്ക് ഈ ആളെ പോലെ ആകാ ഈ നെഞ്ചറ്റം വരെ ദാടിരോമങ്ങളും വളർത്തി വന്ന സാത്വികനായ വിശുദ്ധനായ ആ മനുഷ്യനാരെന്നറിയോ മഹാനായ ഖാലി ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു കണ്ടോ കഴിഞ്ഞു പോയ ഭൂതകാലത്തിന്റെ ഒരു പെരുങ്കള്ളന്റെ പേര് കേട്ടപ്പോ ഇങ്ങ് മുട്ടക്കാവിലിരുന്ന് നിങ്ങൾ പറയുന്നത് റളിയല്ലാഹു അൻഹു എന്നാ എന്തുകൊണ്ട് ഒരൊറ്റായത്തെ ദേഹത്തിനെ മാറ്റിമറിച്ചു ചെറുപ്പക്കാരാ ഒരായത്തെ ദേഹത്തിനെ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിക്കൊടുത്തു ചെറുപ്പക്കാരാ ഒരായത്തെ ദേഹത്തിന് മാറ്റൊലി സൃഷ്ടിച്ചു ചെറുപ്പക്കാരാ ആ മനുഷ്യൻ വളരെ സാത്വികനായി മാറി അദ്ദേഹമാണ് നടന്നു പോകുമ്പോ തന്റെ പഴയകാല സുഹൃത്തായ ഒരാൾ തിരികെ വരികയാണ് എതിരെ വന്നപ്പോൾ അയാളോട് ഫുളൈൽ ബിൻ ഇയാദ് തങ്ങൾ ചോദിക്കുന്നു ഏ സഹോദരാ കണ്ടിട്ടൊത്തിരി നാളായല്ലോ എത്ര വയസ്സായെന്ന് ചോദിച്ചു അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ഫുളൈൽ ബിൻ ഇയാദിനോട് അദ്ദേഹം മറുപടി കൊടുത്തത് എനിക്ക് 60 വയസ്സ് കഴിഞ്ഞു ആ സമയത്ത് ഫുളൈൽ ബിൻ ഇയാദ് തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ അല്ലാ നിന്റെ ഓട്ടം തീരാറായി മോനെ നീ അല്ലാന്റെ അടുക്കലേക്ക് ഓടി ഓടി എത്തുകയാടാ ഇത് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പേടിച്ചിട്ട് പറഞ്ഞു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഇത് കേട്ട മാത്രമേ ഫുളൈൽ ബിൻ ഇയാദ് തങ്ങൾ അയാളോട് ചോദിച്ചു എന്റെ സഹോദരാ നീ പറഞ്ഞതിന്റെ അർത്ഥം അറിയോ അയാൾ പറഞ്ഞു ഇല്ല മുസീബത്ത് എത്തുമ്പോ പറയണമെന്നല്ലേ അത് പഠിച്ചത് ഞാൻ അതുകൊണ്ട് ഞാനത് ഓതിയതാണ് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോ മുഅദ്ദിൻ വിളിക്കുകയാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ നമ്മൾ കരുതും ആരോ മരിച്ചിരിക്കുകയാ അങ്ങനെ തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത് നാട്ടു നടപ്പും അങ്ങനെ തന്നെയാണ് സഹജവും അങ്ങനെ തന്നെയാ പക്ഷേ ഫുളൈൽ ബിൻ ഇയാദ് ചോദിച്ചു അതിന്റെ അർത്ഥം നിനക്കറിയോ അയാൾ പറഞ്ഞു അറിയില്ല ഫുളൈൽ ബിൻ ഇയാദ് തങ്ങൾ പറഞ്ഞു കൊടുത്ത അർത്ഥം ഞാനൊന്ന് പറഞ്ഞോട്ടെ ചെറുപ്പക്കാരാ ഇനി നാളെ വഴലുണ്ടാവുമോ അടുത്ത ന്യൂ ഇയർ എന്ന് പറയുന്ന 31-ന് പ്രസംഗിക്കാൻ കഴിയുമോ ഇന്ത്യ രാജ്യത്തിന്റെ വർത്തമാനകാല സാഹചര്യം നമ്മളെ പേടിപ്പിക്കുന്നത് ഭാവിയുടെ ഭീകരമായ നിമിഷങ്ങളെയാ സൂചിപ്പിക്കുന്നത് ഭൂതകാല ജീവിതത്തിന്റെ ഇന്നലകളിൽ ആരൊക്കെയോ വിളിച്ചു പറഞ്ഞു മഅ്ദനി ഉസ്താദിനെ പോലെ അതെല്ലാം വർത്തമാനകാല സാഹചര്യത്തിന്റെ സ്പന്ദനങ്ങളിലൂടെ തൊട്ടറിയുകയാ അത് ഭാവിയിലെ നീറ്റലായി മാറുമോ നമുക്കറിയില്ല സഹോദരങ്ങളെ ഇനി എത്ര നാൾ വാഴുണ്ട് നമുക്കറിയില്ല കൂട്ടരെ ഇനി എത്ര നാൾ മുസ്ലിമായി നമുക്ക് തൊപ്പി വെച്ച് ദാടി വെച്ച് സ്വസ്ഥമായി നമുക്ക് സഞ്ചരിക്കാൻ കഴിയും നമുക്കറിയില്ലല്ലോ പക്ഷേ ഈമാൻ നമ്മുടെ ഹൃദയത്തിലാണ് ചോർന്നു പോകൂല അത് രാജ്യം ആര് ഭരിച്ചാലും കാരണം നമ്മൾ ഫിർഔനെ കണ്ട മക്കളോ ഇനി നമ്മൾ ദജ്ജാലിനെ കാണാനുള്ള മക്കളോ ഇതിനിടയിൽ നമ്മൾ കാണുന്നതൊന്നും നമുക്ക് ഭീകരമല്ലോ കാണുന്നതൊന്നും നമുക്ക് വലിപ്പമുള്ളതല്ലോ ഇതിനേക്കാൾ വലുത് നമ്മൾ കണ്ടതാ ഇനി ഇതിനേക്കാൾ വലുത് കാണാനുള്ളതാ അതുകൊണ്ട് ഇതൊന്നും നമ്മുടെ കണ്ണിൽ വലുതല്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഇനി എന്താ നടക്കുന്നതെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയാ ഫുളൈൽ ബിൻ ഇയാദ് തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഇന്നാലില്ലയുടെ അർത്ഥമറിയോ ഇനി പള്ളിയിൽ നിന്നത് കേൾക്കുമ്പോ മനസ്സിൽ ഓർമ്മ വരേണ്ടത് ഇതായിരിക്കണേ മുസ്ലിം പെങ്ങളെ ഇന്നാലില്ല എന്ന് പറഞ്ഞാൽ
ഫുളൈൽ തങ്ങൾ പറയുന്നു വമൻ അലിമ അന്നഹു അബ്ദുൻ, ഒരാൾ അടിമയാണെന്ന് ബോധ്യപ്പെട്ടാൽ ഫൽയഅലം അന്നഹു റാജിഉൻ, അവൻ അറിയണം അല്ലാഹുവിലേക്ക് അവൻ മടങ്ങണമെന്ന്. വമൻ അലിമ അന്നഹു റാജിഉൻ, ഒരുവൻ അല്ലാഹുവിലേക്ക് മടങ്ങണമെന്നറിഞ്ഞാൽ ഫൽയഅലം അന്നഹു മൗഖൂഫ്, അവൻ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന് അവൻ അറിയണം. വമൻ അലിമ അന്നഹു മൗഖൂഫുൻ, ഒരുവൻ റബ്ബിന്റെ മുമ്പിൽ നിൽക്കണമെന്നറിഞ്ഞാലോ ഫൽയഅലം അന്നഹു മസ്ഊൽ, അല്ലാഹു അവനോട് ചില കാര്യങ്ങൾ ചോദിക്കുമെന്നവൻ അറിയണം. വമൻ അലിമ അന്നഹു മസ്ഊൽ, ആരെങ്കിലും അവന് ചോദിക്കപ്പെടുമെന്ന് ബോധ്യം വന്നാലോ ഫൽയഉദ് ലിസുആലി ജവാബാ, അവന് വ്യക്തമായി ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. ആ സമയത്ത് ഞെട്ടലോടെ മനുഷ്യൻ ചോദിച്ചു ഫുളൈൽ തങ്ങളെ വമൽ ഹൈലതു, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ എന്തു വേണം പറയും. 60 വയസ്സ് കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ നിന്റെ ജീവിതം തീർന്നല്ല മോനെ എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ വരെ മോശമായി നടന്നൊരു മനുഷ്യൻ ഒരു ബോധോദയം വന്ന് വഴിതിരിഞ്ഞ് നടന്ന സാത്വിക മേഖലയിലെ സൂഫി ചക്രവാളത്തിന്റെ അതുല്യ സൂര്യ തേജസ്സായി മാറിയ ഫുളൈൽ ഇബ്നു ഇയാദ്. നെറ്റിലൊന്ന് പരിശോധിക്ക്, കിതാബുകൾ എടുത്ത് പരിശോധിക്ക്. ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളുടെ ഉപദേശങ്ങൾ മാത്രം മതി ഒരു പുരുഷായുസ് പ്രസംഗിക്കാൻ. അത്രയും വലിയ ഉപദേശകനായി മാറി അദ്ദേഹത്തിന്റെ ഉപദേശത്തിലാണ് ഇന്നാലില്ല പറഞ്ഞപ്പോ പറഞ്ഞു നിനക്ക് അറിയോ അതിന്റെ അർത്ഥം, അങ്ങനെ അങ്ങ് പറഞ്ഞാ മതിയോ? ഇല്ല, എനിക്കറിയില്ല. എന്ത് മുസീബത്ത് വന്നാലും പറയണമെന്നാണല്ലോ. കാല് കല്ലിലൊന്ന് തട്ടുമ്പോൾ നമ്മൾ പറയേണ്ടത് എന്ത്? കായുമ്പൂവല്ല, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വിളക്കണഞ്ഞു, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വിളക്കണഞ്ഞപ്പോ ആയിഷ ബീവി പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിളക്കണഞ്ഞപ്പോ മിണ്ടാതിരുന്നപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഖൂലി അൽ ഇസ്തിർജാ, ഇന്നാലില്ല ചൊല്ലു മോളെ. നബിയെ, ആരും മരിച്ചില്ലല്ലോ, ഇത് വിളക്കണഞ്ഞതല്ലേ. അതേ മോളെ, വിശ്വാസികൾക്ക് വരുന്ന ഏത് വിപത്തും അത് മുസീബത്ത് തന്നെയാണ്. ഇതൊരു മുസീബത്താണ്. ഇസ്തിർജാ ചൊല്ലിക്കോ, അതാ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മളോട് എന്താ പറയുന്നത്? അല്ലാഹു നമ്മൾ അടിമകളാണെന്നറിഞ്ഞാൽ തിരിച്ചു പോകണമെന്ന് ബോധ്യം വേണം. തിരിച്ചു പോകുന്നെങ്കിൽ അള്ളാന്റെ മുമ്പിൽ നിന്നേ പറ്റൂ, നിൽക്കുന്നെങ്കിൽ മറുപടി കൊടുത്തേ പറ്റൂ. മറുപടിക്ക് വേണ്ടി നമ്മൾ ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടെത്തി പോണം. എന്താ അതിനുള്ള വഴിയെന്ന് ചോദിച്ചപ്പോൾ എന്താണ് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? അതാണ് 2023 കാലെടുത്ത് വെക്കുന്ന എന്റെ മുസ്ലിം സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അഹ്ലുൽ ഈമാനിനോടാണ്, അല്ലാതെ സോഷ്യൽ മീഡിയയിലെ തമ്പുരാക്കന്മാരായ വിവരം കെട്ട വിവരദോഷികളോടല്ല. ഇത് വിശ്വാസികളോട് മാത്രം പറയുന്നതാണ്. മുസ്ലിം നാമധാരികളായി സോഷ്യൽ മീഡിയയിൽ ഫേക്ക് ഐഡിയിൽ വന്നിരുന്ന് അതല്ലെങ്കിൽ മുസ്ലിം ഐഡി ഉണ്ടാക്കി വെച്ചിട്ട് അത് അല്ലാത്ത ഒരു സമൂഹമായി എടുത്തുദ്ധരിക്കുകയോ അതല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് എക്സ് എന്ന പേരിൽ പുറത്തേക്ക് പോയിട്ട് ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന ചില ആളുകളുണ്ട്. അവരോട് പറയുന്നതല്ല, ഞങ്ങളുടെ സമുദായത്തിലെ ഞങ്ങളുടെ വിശ്വാസികളോട് ഞങ്ങൾ പറയുന്ന കാര്യമാണ്. നിങ്ങൾക്കത് ചൊറിച്ചിലുണ്ടാകേണ്ട കാര്യമില്ല. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഫുളൈൽ തങ്ങൾ പറഞ്ഞു അഹ്സിൻ ഫീമാ ബഖിയ യഗ്ഫിറു ലക മാ മള. അതാണ് ചെയ്യേണ്ടത്. 2023 എന്ത് ചെയ്യണം? ഇനി നീ നന്നായിക്കും. കഴിഞ്ഞതൊക്കെ പോട്ടെ. അഹ്സിൻ മാ ബഖിയ, ഇനി ശേഷിക്കുന്ന നീ നന്നാക്കിയെടുക്ക്. എന്നാൽ യഗ്ഫിറു ലക മാ മള, ഇതുവരെയുള്ളത് അല്ലാഹു പൊറുക്കും. എന്തുണ്ടെങ്കിലും അല്ലാഹു പൊറുക്കും. ഇനിയും നിനക്ക് നന്നാവാൻ താല്പര്യമില്ലെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിലവിലതും പിടിക്കും, കഴിഞ്ഞതും പിടിക്കും, ഇനി വരാനിരിക്കുന്നതും പിടിക്കും. അല്ലാഹുവിന്റെ പിടുത്തം ഇന്ന റബ്ബക ലബിൽ മിർസാദ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പിടുത്തം ഭീകരമാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അല്ലാഹു ഒരിക്കലും നമ്മൾ ഒരു ദുർബലനായിട്ട് കാണരുത്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അല്ലാഹു പതിസ്ഥലത്തിരിക്കുന്നവനാണ്, ഒളിച്ചിരിക്കുന്നവനാണ്, ചാടി വീഴും. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, സഹോദരങ്ങളെ, അല്ലാഹു ഖൈറുൽ മാകിരീൻ, അവൻ വല്ലാതെ പിടിച്ചു നിർത്തുന്നവനാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ നാളകളെ നമുക്ക് നന്നാക്കിയെടുക്കാം. ഇന്നലകളുടെ കാര്യം ഓർത്തുകൊണ്ട് ഈസാ നബി പറഞ്ഞതുപോലെ സമയം 3 ഇന്നലെ, ഇന്ന്, നാളെ. ഇന്നലത്തെ കാര്യം കഴിഞ്ഞു, പോയി. ഇനി അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഉള്ളത്
നിനക്കിനി വരാനിരിക്കുന്ന സമയം നിനക്കത് അവിടെ എത്താൻ പറ്റോ ഇല്ലെന്ന് നിനക്ക് അറിയില്ല. അപ്പൊ ഏതാ ചെയ്യേണ്ടത്? നീ നിൽക്കുന്ന സമയം 2024 വരുമോ ഇല്ലെന്ന് നമുക്കറിയില്ല. 2022 പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. 2023 നന്നാക്കാൻ നോക്കി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് രണ്ടാമത്തെ അല്ലാഹു ആദരിച്ചതിന്റെ രണ്ടാമത്തെ തലമാണ് ഞാൻ പറഞ്ഞത്. സഹോദരങ്ങളെ, അല്ലാഹു നല്ല സമയത്തിൽ പടച്ചു. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? അല്ലാഹുവിന് നല്ല സമയങ്ങൾ തിരിച്ചു കൊടുക്കണം. ഞാൻ ചുരുക്കി പറയട്ടെ, ഒരു 15 മിനിറ്റ് കൂടി, ബാക്കി കാര്യങ്ങൾ നമുക്ക് കുറച്ച് പറയാനുണ്ട്. സഹോദരങ്ങളെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്നത്, ഏറെ താല്പര്യമുള്ളത് ഇതുപോലുള്ള മതവിജ്ഞാന വേദികളാണ്, ഇതുപോലുള്ള സദസ്സുകളാണ്. അള്ളാഹുവിന്റെ മാലാകമാരിൽ ചിലരെ അള്ളാഹു ഭൂമിയിൽ വിന്യസിച്ചിട്ടുണ്ട്. അവരുടെ ഡ്യൂട്ടി എന്താണ്? വേറെ ഒരു ഡ്യൂട്ടിയും അവർക്കില്ല. അവരിങ്ങനെ നാട് ചുറ്റി നടക്കണം. എവിടെ ഇൽമിന്റെ സദസ്സുണ്ട് അവിടെ കയറി ഇരിക്കണം, എന്നിട്ട് നീച്ച് പോകണം. അതാണ്. അങ്ങനെ വന്ന മലക്കുകൾ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ കാണുന്നില്ല. നമ്മൾ രണ്ടാമതും മൂന്നാമതും കസേര ഇറക്കിയിട്ട് കൊടുത്തു ഇരിക്കാൻ ആളുകൾക്ക്. പക്ഷെ അള്ളാന്റെ മാലാകമാര് അതിന് മുമ്പേ ഇവിടെ വന്ന് സ്ഥലം പിടിച്ചു. അവർക്ക് നമ്മുടെ കസേരയും വേണ്ട, നമ്മുടെ കട്ടചായയും വേണ്ട, നമ്മുടെ ബിസ്ക്കറ്റും വേണ്ട. അള്ളാഹുവിന്റെ മലായികമാര് നമുക്ക് സംഭാവനയും തരില്ല. അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ വരിക, ഇരിക്കുക, എണീറ്റ് പോവുക. നമ്മൾ കാണാത്ത മലായികത്തുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു അവരുടെ സാന്നിധ്യവും സാമീപ്യവും നല്ല മലായികത്തുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലായികത്തുകളുടെ പ്രത്യേകത, അവര് നമ്മുടെ ജോലിക്കാരാണ്. അൽഹംദുലില്ലാ, ഒരു വീഴ്ചയിൽ വീഴാതെ നമ്മളെ താങ്ങാൻ ലഹു മുഅഖിബാത്ത്, ഹഫളത്തിന്റെ മാലാകമാർ, സംപ്രൊട്ടക്ഷന്റെ മാലാകമാർ. നമ്മൾ സങ്കടപ്പെടുമ്പോ വന്ന് സാന്ത്വനപ്പെടുത്താൻ, നമ്മൾ മറിഞ്ഞു വീഴുമ്പോ ഒന്ന് പിടിക്കാൻ. അള്ളാഹുവിന്റെ മലക്കുകളെ അള്ളാഹ് ഇങ്ങനെ വിട്ടിരിക്കാൻ. സൂറത്ത് റഅദ് എടുത്ത് പരിശോധിച്ചു. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അള്ളാഹുവിന്റെ മലായികത്തുകൾ ഒരു വിഭാഗം ഹഫളത്തിന്റെ മാലാകമാരാ. അള്ളാഹു ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിരിക്കാൻ, നമുക്ക് ഒരു ആപത്തിലേക്ക് ചാടാതിരിക്കാൻ. നമ്മൾ എന്ത് പറയോ അപ്പോഴൊക്കെ രേഖപ്പെടുത്താൻ വേണ്ടി നിൽക്കാൻ അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നലെ ഞാൻ തീർത്തിട്ടില്ല, ഈ കാര്യം കൂടെ കേട്ടിട്ടേ പോകാവൂ. എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളെ 12 മണി വരെ ഇരുത്തിയിട്ട്. എന്തിനാ? അതിന്റെ ആവശ്യമില്ല. അത് നിങ്ങൾ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ കള്ളുകുടിയന്മാരും പെണ്ണുകുടിയന്മാരും ചൂത് കളിക്കാൻ ചീട്ട് കളിക്കാൻ പോകുന്നവരൊക്കെ ആണെങ്കിലല്ലേ പിടിച്ചിരുത്തേണ്ട ആവശ്യമുള്ളൂ. ഈ ഇരിക്കുന്നവരൊക്കെ നല്ല ആളുകളാ. നിങ്ങൾ വീട്ടിൽ പോയാൽ മര്യാദയ്ക്കാണെന്ന് ഉറങ്ങുന്നവരാ, ഇല്ലെങ്കിൽ അവിടെ ഭാര്യയായിട്ട് സന്തോഷത്തോടെ പറഞ്ഞിരിക്കുന്നവരാ. അല്ല, നിങ്ങൾ ആരും എങ്ങും പോകില്ല എന്നറിയാം. പിന്നെ ഞങ്ങളെ 12 മണി പിടിച്ചിരുത്തേണ്ട കാര്യം അല്ല. അങ്ങനെ പിടിച്ചിരുത്തിയിട്ട് എന്ത് കിട്ടാനാ? ഈ 12 മണിയുടെ പ്രത്യേകത എന്താ? ഡിസംബർ 31 യാതൊരു മഹത്വവും നമ്മൾ കിതാബുകളിൽ ഒന്നിലുമില്ല. കിതാബുകളുടെ പരിഭാഷകളിൽ പോലും എഴുതിയിട്ടില്ല. അതിന്റെ സൈഡിൽ പോലും എഴുതിയിട്ടില്ല. അതിനിട്ടിരിക്കുന്ന പൊതിയിൽ പോലും ഉണ്ടായിട്ടില്ല. പിന്നെ ഡിസംബർ 30 മാത്രം വിളിച്ചിരുത്തേണ്ട കാര്യമില്ല. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ? പോയിട്ട് റാഹത്തായിട്ട് കൂർക്കം വലിച്ചിറന്ന് ഉറങ്ങിക്കൂടി. എന്നിട്ട് നേരത്തെ എണീച്ച് ദുആരക്കി. എന്നത്തെ പോലെ അല്ല. ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത ഉള്ള ദിവസം ഉസ്താദുമാര് പള്ളിയിൽ അനൗൺസ് ചെയ്യൂലേ? അതുകൊണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ നിർത്തും. 11:30 മണിക്ക് ഞാൻ നിർത്തും ഇൻഷാ അല്ലാഹ്. നാളെ കാസർഗോഡ് എനിക്ക് നേരെ ഇങ്ങോട്ട് എന്റെ രാവിലെ തിരിക്കാനുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ തന്ന കവർ ഇൻഷാ അല്ലാഹ് ആദ്യം ആ കവർ ഒന്ന് വാങ്ങിക്കൊണ്ടുവരും. രണ്ടും കൂടെ ഒന്നായ പിന്നെ അതിലാക്കി ആദ്യ കവർ മാത്രം ഇടി. അതല്ലേ നല്ലത് ഫൈസലെ? ആദ്യ കവർ മാത്രം കേട്ടോ. ആരും ഇപ്പൊ പൈസ ഇടരുത് ഇൻഷാ അല്ലാഹ്. ആ കവർ കൊണ്ടുപോയവർ മാത്രം അതിനകത്ത് ഇട്ടാൽ മതി, അല്ലാത്തവർ ഇടണ്ട. പൈസ പിന്നെ ഇടാം നമുക്ക് ഇൻഷാ അല്ലാഹ്. എല്ലാം കൂടെ ഒരുമിച്ചാക്കണ്ട ഇൻഷാ അല്ലാഹ്. കവർ ഉള്ളവർ കവർ ഇട്ടോളി. അതെ, ഇനിയിപ്പോ അങ്ങനെ എല്ലാം ഒരുമിച്ച് മതിയോ? ആദ്യം രണ്ടു മതിയോ? ശരി, കവർ വാങ്ങിച്ചു. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ ചെറുപ്പം കണ്ട നിങ്ങൾ നോക്കിയേ. ഈ ഫൈസലൊക്കെ ഈ സമയത്ത് പിന്നെ കൊല്ലം ബീച്ചിൽ പോയി ജമാഅത്തി ഒന്ന് പുറത്താക്കുവോ? മുട്ടയ്ക്കാവ് ജമാഅത്തി ഒന്ന് പുറത്താക്കുവോ? അവനെന്താ ഈ ബക്കറ്റ് കൊണ്ട് കിടക്കുന്നത്? ഈ സമയത്ത് അവന് വേണമെങ്കിൽ അവിടെ പോയി പട്ടം പറത്തിക്കൊണ്ടിരുന്നൂടെ? അത് തന്നെയാണ് അൽഹംദുലില്ലാ ഈ സദസ്സിന്റെ പോരിശ എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല.
ഈ ഫൈസലിനെ പോലുള്ള നേരത്തെ ഇവിടെ പറഞ്ഞ ചെറുപ്പക്കാര്, നേരത്തെ മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, ജീവിച്ചിരിക്കുന്ന ഈ ചെറുപ്പക്കാര് ഈ സമയത്ത് എവര് പാൻപരാഗമായിട്ടൊന്ന് ശംഭുവും വെച്ച് പിന്നെന്തൊക്കെ ഉണ്ടല്ലോ, വില കൂടിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഇപ്പൊ പുതിയ വെർഷനാണ്, പുതിയ വെർഷനുകളാണ്. ഓ, എവിടെയൊക്കെ ആയിരുന്നു മദ്യപിക്കുന്ന, ആരൊക്കെയാ മദ്യപിക്കുക, യവനൊക്കെ എന്താ ചെയ്യേണ്ടത് ആലോചിച്ച് നോക്കിയേ. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം തരട്ടെ. ബുദ്ധിയുള്ളവരാണല്ലോ, വിവേകമുള്ളവരാണല്ലോ. പിന്നെ എപ്പോഴും ഒരുത്തൻ നടന്ന് കല്യാണം കഴിക്കുന്നു എന്നതിന്റെ പേരിൽ കല്യാണം ഹറാമാണെന്ന് പറയാൻ പറ്റുമോ? ഒരുത്തൻ നടന്ന് കെട്ടി, തിരുവനന്തപുരത്തൊന്ന് കെട്ടി, കൊല്ലത്തുനിന്ന് വേറെ ഒന്ന് കെട്ടി, പത്തനംതിട്ടയിൽ നിന്ന് കെട്ടി, കോട്ടയത്ത് കയറി കെട്ടി, ഇടുക്കിയിൽ കയറി കെട്ടിയിട്ട് നേരെ എറണാകുളത്തുനിന്ന് അവിടെ നിന്നും കെട്ടി, പിന്നെ തൃശ്ശൂരും പോയി കെട്ടി, അവിടെ നിന്ന് കെട്ടി കാസർഗോഡ് എത്തിയപ്പോൾ 14 പെണ്ണായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ വിവാഹം ഹറാമാണെന്നും അത് മോശമാണെന്നും പറയാൻ പറ്റുമോ? പറ്റൂല. ഏതെങ്കിലുമൊക്കെ എരപ്പാളികൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നു എന്ന് പറഞ്ഞിട്ട് വെള്ള വസ്ത്രത്തിന്റെ മഹത്വം നഷ്ടപ്പെടുത്താൻ ഏതെങ്കിലും എംബോക്കികൾ എന്തെങ്കിലും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അതൊരു സമൂഹത്തിന്റെ മേൽ വെച്ച് കെട്ടണ്ട. മനക്ക് ഈ വേഷം ഒരു ദുഷ്ടലാക്കാക്കിയതിന്റെ പേരില് ഇതിനൊക്കെ തക്കതായ ശിക്ഷ ഈ ദുനിയാവിൽ തന്നെ ഏറ്റുവാങ്ങേണ്ടി വരും. ഏറ്റവും മോശമായ നിലയിൽ അള്ളാഹുവിന്റെ ദീനിനോട് കളിക്കരുത്, അവന്റെ പള്ളിയോട് കളിക്കരുത്. ഈ തൊപ്പി എന്ന് പറയുന്നത് ഇസ്സത്തിന്റെ തൊപ്പിയാ, ഇത് അന്തസ്സിന്റെ തൊപ്പിയാ, ഇത് അബൂ ഹുറൈറ വെച്ച തൊപ്പിയാ, ഇത് സയ്യിദുനാ ഉസ്മാൻ തങ്ങൾ വെച്ച തൊപ്പിയാ. ഇതിനൊരു മഹത്വമുണ്ട്. ഈ ഷോള ബിലാൽ തങ്ങൾ ഉപയോഗിച്ചതാണ്. ഈ കംദൂറ മഹാനായ അലി റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചതാണ്. ഈ മുണ്ട് മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചതാണ്. ഇതിനൊരു പാരമ്പര്യമുണ്ട്. ഈ പാരമ്പര്യം കളഞ്ഞു കുളിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഏവനെങ്കിലും അവന്റെ ഒക്കെ ഭക്ഷണത്തിന്റെ കൂടുതൽ കൊണ്ടോ രക്തത്തിന്റെ ഓട്ടത്തിന്റെ കൂടുതൽ കൊണ്ടോ എന്തെങ്കിലും കാണിച്ചു കൂട്ടി എന്ന് കരുതിയിട്ട് ഒരു സമുദായത്തെ, എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, വിമർശനത്തിനോ ആക്ഷേപത്തിനോ നിങ്ങൾ ഒരിക്കലും മുതിരരുത്. ഇത് പാരമ്പര്യം അല്ലാഹുവിന്റെ ഹബീബിന്റെതാ. ഏവനെങ്കിലും എന്തെങ്കിലും കാണിച്ചാൽ മാതൃകാപരമായ ശിക്ഷ കൊടുത്ത്, അവന് ടക്കറായ ശിക്ഷ കൊടുത്ത്, ഇതുവരെയുള്ള ശിക്ഷകളൊന്നും ശിക്ഷ അല്ല എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അല്ലാഖിലെ തക്വീഹുൽ ഇഷാറ എന്താണ് കാര്യം എന്ന് ഞാൻ പറയുന്നില്ല. ബുദ്ധിയുള്ളവന് സൂചന മതിയാവും. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല.